بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد أما بعد نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ച് സത്യവിശ്വാസികളായി മുവഹിദുകളായി ജീവിതം നയിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ആമുഖമായി വസിയത്ത് ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ ഏറ്റവും പിഴച്ച ചില വ്യതിയാന കക്ഷികളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് വിഷയം തുടരാനുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള താക്കീതുകളാണ് ഇന്ന് ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ല. ഇതിലേതെങ്കിലും വന്നുപെട്ടാൽ നമ്മളും എന്ത് ചെയ്യും? ഏതെങ്കിലും വ്യതിയാനക്കാരുടെ കൂടെ നിൽക്കും. അഹ്ലുസുന്നയുടെ കൂടെ നിൽക്കാൻ സാധ്യമല്ല. അള്ളാഹു ഹക്കിലും അസ്റാത്തുൽ മുസ്തഖീമിലും അഹ്ലുസുന്നയുടെ മൻഹജിലും നമ്മയെല്ലാം അടിയുറപ്പിച്ച് നിർത്തുമാറാകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ കിതാബുൽ ഫവായിദ്, അദ്ദേഹത്തിന്റെ അൽ ഫവായിദ്, അതിൽ നമുക്ക് കാണാം അദ്ദേഹം വിശദീകരിക്കുന്നത് ഈ കുഫറിന്റെ അടിസ്ഥാനങ്ങൾ 4 ഒരാൾ ഹക്കിൽ നിന്ന് ബാത്തിലിലേക്കും അതുവഴി കുഫറിലേക്കും മാറിപ്പോകുന്നതിനാണ് വ്യതിയാനം എന്ന് പറയാം. 4 കാര്യങ്ങളാണ് അതിന് പൊതുവായ അടിസ്ഥാനങ്ങൾ. അർക്കാനുൽ കുഫ്രി 4: അൽ കിബ്റു വൽ ഹസദു വൽ ഗളബു വശഹ്വ. അഹങ്കാരം, അസൂയ, കോപം, ദേഹേച്ഛ അല്ലെങ്കിൽ ഭൗതിക താല്പര്യങ്ങൾ. ഫൽ കിബറു, മറ്റൊരിടത്ത് അദ്ദേഹം പറഞ്ഞു ഇയ്യാക വൽ കിബർ ഫഇന്നൽ കിബ്റ യംനഉ മിനൽ ഇൻഖിയാദി ഇലാ അവാമിരി ശറഅ. ശറഇന്റെ കൽപ്പനകൾ പാലിക്കാൻ തടസ്സമുണ്ടാക്കുന്ന കാര്യമാണ് കിബർ. ഒരാളുടെ ഹൃദയത്തിൽ എൻ്റെ തീരുമാനങ്ങളും ഞാനും തന്നെയാണ് വലുത് എന്ന് വഴുന്നു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ നിയമങ്ങൾ അവന് ചെറുതായി പോകും. അവൻ ദീനിന്റെ നിയമങ്ങൾ പാലിക്കാൻ തടസ്സം കാണിക്കും. ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ടല്ലോ, ഖുർആനിൽ അങ്ങനെയാണല്ലോ, ഹദീസിൽ അങ്ങനെയാണല്ലോ, അതൊക്കെ ചിലപ്പോൾ അങ്ങനെയായിരിക്കും. ഈ കാലത്ത് എന്നെ കൊണ്ടത് പാലിക്കാൻ പറ്റില്ല എന്നൊരാൾ തീരുമാനിച്ചാൽ ചെറിയ വിഷയം വലിയ വിഷയം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ ഒരു തീരുമാനം ഒരാളുടെ ഉള്ളിൽ വന്നാൽ അത് കിബ്റാണ്. രണ്ടാമതായി ഇയ്യാക വൽ ഹസദ്, നീ അസൂയയെ സൂക്ഷിക്കണം. ഫൈനൽ ഹസദ യംനഉ ഖബൂലൻ നസീഹതി വബദ്ലിഹാ. ഉപദേശം സ്വീകരിക്കാനും ഉപദേശം നൽകാനും തടസ്സമുണ്ടാക്കും. ഒരാൾക്ക് അസൂയ വന്നു കഴിഞ്ഞാൽ മറ്റൊരാൾ നൽകുന്ന ഉപദേശം നമുക്ക് ചെവിക്കൊള്ളാൻ കഴിയില്ല. ഒരാൾ ഉപദേശം ചോദിച്ചാൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഉപദേശിക്കുകയുമില്ല. അയാളങ്ങനെ നന്നാവേണ്ടതില്ല. ഇതാണ് അസൂയക്കാരൻ വ്യതിയാനത്തിലേക്ക് പോകാനുള്ള ഒരു കാരണം. അതേപോലെ തന്നെ ഇയ്യാക വൽ ഗളബ്, നീ കോപത്തെ സൂക്ഷിക്കണം. ഫഇന്നൽ ഗളബ യംനഉൽ അദ്ല, അത് നീതിയെ തടയും. ദേഷ്യം പിടിക്കുന്ന ആളുകൾ പ്രവർത്തിക്കുന്നതൊക്കെ അനീതിയായിരിക്കും. ചിന്തിക്കാതെയല്ല പ്രവർത്തിക്കുക, ചിന്തിച്ചല്ലല്ലോ പ്രവർത്തിക്കുന്നത്. ഒരാൾക്ക് ഏതെങ്കിലും ഒരു വിഷയം കൊണ്ട് സത്യത്തിന്റെ ആളുകളോട് കോപം വന്നു കഴിഞ്ഞാൽ ആ സത്യത്തിന്റെ ആളുകൾ പറയുന്നത് അയാൾ കേൾക്കൂല. സ്വാഭാവികമായിട്ടും അയാൾ അനീതിയുടെ വക്താവായി മാറും. ഇയ്യാക വശഹവാത്ത്, നിങ്ങൾ ദേഹേച്ഛകളെ, ഭൗതിക താല്പര്യങ്ങളെ സൂക്ഷിക്കണം. ദുനിയാവിനോടുള്ള സ്നേഹം, പരലോകത്തിന് മുകളിൽ ദുനിയാവിന്റെ ആസ്വാദനങ്ങളും സമ്പത്തും വീടും വാഹനവും ദുനിയാവിന്റെ എല്ലാ നേട്ടങ്ങളും സ്വന്തമാക്കണമെന്നൊരാൾ ചിന്തിച്ചാൽ അയാൾക്ക് ഹക്കിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല. അയാൾ വ്യതിയാനക്കാരുടെ കൂടെ പോകും. തംനഉഹു തഫറുഗ ലിൽ ഇബാദ, ഈ ദേഹേച്ഛ എന്ന് പറയുന്നത്, ഭൗതിക താല്പര്യം എന്നത്
ഇബാദത്തിൽ ഒഴിഞ്ഞിരിക്കുന്നതിനെ, ശരിയായ രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്നതിൽ ഒഴിഞ്ഞിരിക്കുന്നതിനെ തടയും. ശൈഖ് പിന്നെ പറയാണ് ഫൈദൻ ഹദമ റുക്നുൽ കിബിരി, ഈ കിബറിന്റെ തൂണ് ഇല്ലാതായാൽ സഹുല അലൈഹിൽ ഇൻഖിയാദ്, അയാൾക്ക് ദുനിയാവിന്റെ ദീനിന്റെ നിയമങ്ങൾ പാലിക്കാൻ എളുപ്പമായിരിക്കും. കിബർ എടുത്തു കളഞ്ഞാൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കാൻ ഒരു തടസ്സവും ഉണ്ടാവില്ല. വാപ്പ തടസ്സം, വെല്ലിപ്പ തടസ്സം, നാട്ടുകാരെ തടസ്സം. പലർക്കും ദീൻ അറിയാം, പക്ഷെ പാലിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ തടസ്സങ്ങളുള്ളതുകൊണ്ടാണ്. പക്ഷേ കിബർ എടുത്തു കളഞ്ഞാൽ നമുക്ക് ആ തടസ്സങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു വൈദൻഹദമ റുക്നുൽ ഹസദ്, അസൂയ എന്ന ആ റുക്കന് ഇല്ലാതായി കഴിഞ്ഞാൽ സഹുല അലൈഹി ഖബൂലൻ നസ്ഹി വ ബദലഹു, അയാൾക്ക് ഉപദേശം സ്വീകരിക്കാനും ഉപദേശം കൊടുക്കാനും തടസ്സം ഉണ്ടാവില്ല. വൈദൻഹദമ റുക്നുൽ ഗളബി, അയാളിൽ നിന്ന് റുക്നുൽ ഗളബ്, കോപത്തിന്റെ ആ റുക്കൻ, ആ തൂണ് ഇല്ലാതായി കഴിഞ്ഞാൽ സഹുല അലൈഹി അതിൽ നീതി പാലിക്കാൻ എളുപ്പമാണ്. നീതിയാണ് ഇസ്ലാം, നീതിയാണ് ദീൻ. നീതിയിൽ നിന്ന് തെറ്റലാണ് വ്യതിയാനം. അതേപോലെ തന്നെ അയാൾക്ക് നീതി എളുപ്പമാകും, തവാദു വിനയം എളുപ്പമാകും. വൈദൻഹദമ റുക്നു ശഹ്വ, ഒരാൾക്ക് ഭൗതിക താല്പര്യത്തിന്റെ റുക്കന് പൊളിച്ചു കളയാൻ സാധിച്ചാൽ, അത് പൊളിഞ്ഞു പോയാൽ സഹുല അലൈഹി സ്വബ്ർ വൽ അഫാഫ് വൽ ഇബാദ, അയാൾക്ക് ദീനിന്റെ പേരിൽ സംയമനം പാലിക്കാനും അതിൽ അടിയുറച്ചു നിൽക്കാനും വിശുദ്ധി പാലിക്കാനും ഇബാദത്തിൽ മുഴുകാനും ഒക്കെ അയാൾക്ക് സാധിക്കും. അപ്പൊ ഈ 4 കാര്യങ്ങൾ, കിബർ, ഹസദ്, ഗളബ്, ശഹവത്ത്, ഇത് 4 നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം. ഇതാണ് നമ്മുടെ ദീനിനെ പൊളിച്ചു കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 4 വിഷയങ്ങൾ. യഹൂദികളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഇത് 4ഉം അവർക്കുണ്ട്. യഹൂദികൾ പറയുന്നത് എന്താ? ഞങ്ങൾ ഇസ്രായേലികൾ മാത്രമേ സ്വർഗത്ത് പോകുള്ളൂ. ഷിയാക്കൾ പറഞ്ഞതാ ഞങ്ങൾ അലി കുടുംബത്തെ സ്നേഹിക്കുന്ന ആൾക്കാർ മാത്രമേ സ്വർഗത്ത് പോകുള്ളൂ. സ്വർഗത്തിൽ പോകുന്നവരെ സ്വർഗത്തിലെ മണ്ണുകൊണ്ട് പടച്ചു. അതുകൊണ്ട് നിങ്ങൾ ഇനി എത്ര യഹൂദി ആയാലും സ്വർഗത്തിൽ പോകാൻ മുതലേ യഹൂദികളെ വിശ്വാസവും സ്വർഗത്തിൽ പോകേണ്ടവരെ അള്ളാഹു പ്രത്യേക സമുദായമായി പടച്ചവരാണ് ഇസ്രായേലികൾ. ഷിയാക്കളെ വിശ്വാസം അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്ന ആളുകൾ, അവരെ അള്ളാഹു നേരത്തെ സ്വർഗത്തിലെ മണ്ണുകൊണ്ട് പടച്ചു, അവർക്ക് മാത്രമേ സാധിക്കുള്ളൂ. കിബറാണ്. യഹൂദികൾക്കും കിബറാണ്, ഷിയകൾക്കും കിബറാണ്. കിബറാണ് ഒരാൾ ഹക്കിൽ നിന്ന് വ്യതിചലിച്ചു പോകാനുള്ള സുപ്രധാനമായ ഒരു കാരണം. മുസ്ലിം ഉമ്മത്തിനോട് ഏറ്റവും വലിയ ശത്രുത വെച്ചു പുലർത്തുന്നവർ അശദ്ദു അദാവ എന്ന് ഖുർആൻ പറഞ്ഞത് യഹൂദികളെ സംബന്ധിച്ച. യഹൂദികളാണ് മുസ്ലിങ്ങളെ ഏറ്റവും അങ്ങേയറ്റം പീഡിപ്പിക്കുന്നതും നശിപ്പിക്കുന്നതും. യഹൂദികൾ ഉണ്ടാക്കിയ ഷിയാക്കളുമാണ്. അതിന് ഫിലസ്തീനും സിറിയയും ഒക്കെ സാക്ഷിയാണ്. യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു ഹസദം മിൻ ഇൻദി അൻഫുസിഹിം, അവരുടെ പക്കൽ നിന്നുള്ള അസൂയ കാരണത്താൽ. കിബർ കഴിഞ്ഞാൽ പിന്നെ ഒരാൾ പിഴയ്ക്കുന്ന വ്യതിചലിച്ചു പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അസൂയ. സത്യമാണെങ്കിലും അവൻ സ്വീകരിച്ച ഒരു നിലപാട് എനിക്ക് സ്വീകരിക്കാൻ വയ്യ, അതാണ് അസൂയ. അവൻ്റെതിനേക്കാളും മുകളിൽ എന്റേതാണ്, അതാണ് കിബർ. ഇത് രണ്ടും എന്താണ്? നമ്മെ തകർത്ത് കളയും എന്നുള്ളതാണ്. അതേപോലെ കോപം. യഹൂദികളുടെ ഉള്ളിൽ കുഞ്ഞു കുട്ടികൾക്ക് വരെ അവരുടെ ആ മദ്രസ പാഠശാല കാലം മുതൽ തന്നെ യഹൂദികളുടെ സ്വഭാവം എന്താണെന്ന് അറിയാമോ? മുസ്ലിങ്ങൾക്കെതിരെയുള്ള വിദ്വേഷം പടർത്തുക എന്നുള്ളതാണ്. ചെറിയ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അവരെന്ത് ചെയ്യും? വിദ്വേഷം ഇട്ടുകൊടുക്കും. ആ വിദ്വേഷം അവിടെ വളർത്തും, ഒരു കനലായിട്ട് വളർത്തും. നമ്മുടെ നാട്ടിലൊക്കെ ചില മദ്രസയിൽ പോയാൽ അവർ വഹാബികളാണ്. ചെറിയ പ്രായത്തിൽ ക്ലാസ് കുട്ടികൾ സലാം പറയാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, അവരക്രമികളാണ്. അഹ്ലു കിതാബിന്റെ ആളുകളും അങ്ങനെ തന്നെയാണ്. ഈ കോപം, ഒരു വിഭാഗത്തോടുള്ള കോപവും ക്രോധവും ആരാണോ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത്, തീർച്ചയായിട്ടും അവർ ഹക്കിൽ നിന്ന് തെറ്റിപ്പോകുമെന്നുള്ളത്. ഈ 4 കാര്യങ്ങൾ കുഫറിന്റെ ആധാരമായി പണ്ഡിതന്മാർ എണ്ണിയത് എന്തുകൊണ്ടാണെന്ന് എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാവും. 4മത്തത് ഭൗതിക ആസക്തി. ദുനിയാവ് ഒഴിവാക്കാൻ പറ്റൂല. അപ്പം നല്ലത് എന്താണ്? ഹക്കിന്റെ ആളുകളെ വിട്ടു നിൽക്കല. ഹക്കിന്റെ പാർട്ടിയുടെ കൂടെ, ഹക്കിന്റെ ആളുകളുടെ കൂടെ നിന്നാൽ എന്താ പ്രശ്നം? മ്യൂസിക് പറ്റൂല, ഡാൻസ് പറ്റൂല, സിനിമ പറ്റൂല, സീരിയൽ പറ്റൂല, നെര്യാന്റെ താഴെ തുണി താഴ്ത്താൻ പറ്റൂല, താടി വളർത്തണം. അതിലൊക്കെ നല്ലത് നമ്മൾ വിട്ടുക്കല. എത്ര എളുപ്പമുണ്ട്. നമുക്ക് അവർ പറയുന്നത് കളവായതുകൊണ്ടല്ല നമ്മൾ അവരെ വിട്ടിരിക്കുന്നത്, പിന്നെ അവർ മോശക്കാരായതുകൊണ്ടല്ല. പല ആളുകളിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കാൻ ഇഷ്ടപ്പെടുന്നത് അവരെ കൂടെ പോയാൽ ദുനിയാവ് നമുക്ക് ഒരുപാട് നഷ്ടപ്പെടും. ആണും പെണ്ണും ഒരുമിച്ചിരുന്നിട്ട് കല്യാണം നടത്താൻ പറ്റൂല, അവർക്ക് ഒരുമിച്ചിരിക്കാൻ പറ്റൂല, മഹറമില്ലാതെ ഒരു അന്യസ്ത്രീയെ കാണാൻ പറ്റൂല, അങ്ങനത്തെ മഹറമില്ലാതെ ഒരാളുടെ കൂടെ ഒരു പെണ്ണിന് യാത്ര പോകാൻ പാടില്ല. ഇങ്ങനെ നാട്ടിൽ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ഭൗതികമായ പല ആസ്വാദനങ്ങളും നഷ്ടപ്പെട്ടു പോകും. ഇതുകൊണ്ട് മാത്രം വ്യതിയാന കക്ഷികൾ കൂടെ നടക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കറിയാം ഞങ്ങൾ നിൽക്കുന്ന പാർട്ടി കൊള്ളുന്നൊന്നുമല്ല, ഒരുപാട് ന്യൂനതകളൊക്കെ ഉണ്ട്, പക്ഷെ ഇവരെ കൂടെ നിൽക്കലാണ് കേരളത്തിലൊക്കെ നല്ലത്. ഈ 4 കാര്യങ്ങൾ ഏത് നാട്ടിലും വ്യതിയാനത്തിന് കാരണമായി. എത്ര അപകടകരമായ വ്യതിയാനമാണ് ഷിയകളിലുള്ളത്, സൂഫികളിലുള്ളത്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കി. ഇനി ഖവാരിജുകളെ കുറിച്ചും മുർജിയാക്കളെ കുറിച്ചും
അതേപോലെ തന്നെ ഖദരിയാക്കളെ കുറിച്ചുമൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ വൈകാതെ സംസാരിക്കും. ഓരോരുത്തർക്ക് സംഭവിച്ച വ്യതിയാനവും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാൻ നമ്മളത് മനസ്സിലാക്കിയേ പറ്റൂ എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് വ്യതിയാന കക്ഷികൾ ഉണ്ടാകുന്നത്? നമ്മൾ അതിന്റെ കാരണങ്ങൾ പഠിക്കണം. ഫലൗലാ കാനത്ത് ഖറിയത്തുൻ ആമനത് ഫനഫഅഹാ ഈമാനുഹാ ഇല്ലാ ഖൗമ യൂനുസ്. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ടാണ് ആ ഗ്രാമങ്ങൾ വിശ്വസിക്കുകയും ആ വിശ്വാസം അവർക്ക് പ്രയോജനപ്പെടാതിരിക്കുകയും ചെയ്തത്? യൂനുസിന്റെ ജനതയൊഴികെ. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞുപോയ പ്രവാചകന്മാർ, അവരുടെ ജനതയെക്കുറിച്ച് ഖുർആൻ പറയുന്നു, അവർക്ക് ആ പ്രവാചകന്മാർ നൽകിയ ദഅവത്ത് ഈമാൻ ഫലം ചെയ്തില്ല. അതിൽ നിന്ന് വ്യത്യാസമുള്ളത് ഒരൊറ്റ നബിയുടെ അനുയായികൾ മാത്രമാണ്. ബാക്കി എല്ലാ നബിമാരുടെ ഖുർആൻ എടുത്തു പറഞ്ഞ ചരിത്രം പരിശോധിച്ചാലും ആ ഉമ്മത്തൊക്കെ നബിമാരെ തള്ളിയതിന്റെ പേരിൽ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് വലിയ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒന്നാമത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ജനത പ്രളയത്തിൽ നശിപ്പിക്കപ്പെട്ടു നമുക്കറിയാം. ഹൂദ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ജനത വലിയ കൊടുങ്കാറ്റിനാൽ നശിപ്പിക്കപ്പെട്ടു. സമൂദ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ജനത വലിയൊരു പ്രകമ്പനത്തിൽ, ഒരു സ്വൈഹത്തിൽ, അട്ടഹാസത്തിൽ, ഒരു സ്ഫോടനത്തിൽ നശിപ്പിക്കപ്പെട്ടു. ഷുഐബ് അലൈഹിസ്സലാമിന്റെ ജനത ആകാശത്ത് നിന്ന് താഴേക്ക് വീണ ഒരു തീക്കട്ടകൾ പെയ്തിറങ്ങിയ തീമഴയിൽ അവർ നശിച്ചുപോയി. ലൂത്ത് അലൈഹിസ്സലാമിന്റെ ജനത ഭൂമി കീഴ്മേൽ മറിഞ്ഞ് മുകളിലും താഴെയുമായി അട്ടിമറിഞ്ഞതിൽ അതിൽപ്പെട്ട് നശിച്ചുപോയി. ഇങ്ങനെ പ്രവാചകന്മാർ ഈമാൻ പഠിപ്പിക്കുമ്പോൾ ആ ഈമാൻ സ്വീകരിക്കുകയോ പ്രയോജനപ്പെടുത്തുകയോ ചെയ്യാത്തതിന്റെ പേരിൽ നശിച്ചുപോയ ഒരുപാട് വ്യതിയാനക്കാരെ കുറിച്ച്, നബിമാരിൽ നിന്ന് വ്യതിചലിച്ചുപോയ ഉമ്മത്തിനെ കുറിച്ച് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. യൂനുസ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ജനത ദഅവത്ത് സ്വീകരിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് മനപ്രയാസമുണ്ടായി. അദ്ദേഹം ആ നാട് വിട്ടുപോകാൻ തീരുമാനിച്ചു. കപ്പലിൽ നിന്ന് അദ്ദേഹം സമുദ്രത്തിലേക്ക് എറിയപ്പെടുന്ന ഒരു പശ്ചാത്തലം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴത് വിശദീകരിക്കുന്നില്ല. അത് പ്രവാചകന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ഏതായിരുന്നാലും ശരി, ആ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മത്സ്യത്തിന്റെ വയറ്റിൽ അകപ്പെട്ടു പോയ അദ്ദേഹം റബ്ബിനോട് മനംനൊന്ത് ദുആ ചെയ്തു, കുറ്റസമ്മതം നടത്തി. ആ തന്റെ കുറ്റങ്ങൾ റബ്ബിന്, തന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞു. അങ്ങനെ അള്ളാഹുവിനോട് തൗഹീദ് പ്രഖ്യാപിച്ച് ശിർക്കിൽ നിന്ന് മുക്തനായതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. അതൊരു മുഅ്ജിസത്ത് കൂടിയായിരുന്നു. ആ മുഅ്ജിസത്ത് അറിഞ്ഞ അദ്ദേഹത്തിന്റെ ജനത കണ്ണു തുറന്നു. യൂനുസ് നബിയുടെ ജനതയെ ശിക്ഷിച്ചതായിട്ട് ഖുർആനിൽ കാണുന്നില്ല. മാത്രമല്ല, അവരെ ശിക്ഷിച്ചിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞു. അതാണ് ഞാനിപ്പോൾ വായിച്ചത്. ഇല്ലാ ഖൗമ യൂനുസ്. യൂനുസിന്റെ ജനത ഒഴികെ മിക്കവാറും എല്ലാ നബിമാരുടെ ജനതയും ഈമാൻ ഫലപ്പെടാതെ ദുനിയാവിൽ തന്നെ ശിക്ഷ ഏറ്റുവാങ്ങിയവരാണ്. കശഫനാ അൻഹും അദാബൽ ഖിസി ഫിൽ ഹയാത്തിദ് ദുനിയ. ദുനിയാവിൽ തന്നെ നിന്ദ്യമായ ശിക്ഷ നാം അവർക്ക് വെളിപ്പെടുത്തി. വമത്തൈനാഹും ഇലാ ഹീൻ. നാം അവർക്ക് അത് ഒരു നിശ്ചിത കാലം ആസ്വദിപ്പിക്കുകയും ചെയ്തു. യൂനുസ് നബിയുടെ ജനതയാണെങ്കിൽ അവർക്ക് ഈ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നില്ല. അപ്പോൾ നമ്മൾ വ്യതിയാന കക്ഷികൾ, അത് അവരെ വിശ്വാസമായിട്ട് അവർ പോയിക്കോട്ടെ എന്ന് വെക്കാൻ പറ്റൂല. നമ്മുടെ നാട്ടിൽ വ്യതിയാന കക്ഷികൾക്ക് മേൽക്കോയ്മ ഉണ്ടായിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷ വന്നിറങ്ങാൻ സാധ്യതയുണ്ട്. ആ ശിക്ഷയിൽ നിന്ന് അവർ രക്ഷപ്പെടണം. ദുനിയാവിലെ ശിക്ഷയേക്കാൾ പരലോകത്ത് വരാനിരിക്കുന്ന വലിയ ശിക്ഷയെക്കുറിച്ച് അവരും രക്ഷപ്പെടണം. നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും ആ വ്യതിയാനക്കാരുടെ ഭൗതിക മായിക വലയങ്ങളിൽപ്പെട്ട് അതിലേക്ക് വീണുപോകാതിരിക്കണം. അതുകൊണ്ട് തന്നെ വ്യതിയാന കക്ഷികളെക്കുറിച്ച് നിരന്തരമായി നമ്മൾ ഓർമ്മിപ്പിക്കണം. അള്ളാഹുവിന് ലോകത്തെ എല്ലാവരെയും മുഅ്മിനാക്കാൻ കഴിയാത്ത പ്രശ്നമൊന്നുമില്ലല്ലോ. എല്ലാറ്റിനും കഴിവുള്ളവനാണ് അള്ളാഹു. എന്നിട്ടും എന്തുകൊണ്ടാണ് അള്ളാഹുവിന്റെ സൃഷ്ടിവർഗത്തിൽ മനുഷ്യർ മാത്രം വ്യതിയാനത്തിലേക്ക് സഞ്ചരിച്ചത്? മനുഷ്യനും ജിന്നുമല്ലാത്ത ആരും പ്രവാചകന്മാരെയോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിയമങ്ങളെയോ ലംഘിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകേണ്ടതില്ല. മലക്കുകൾ അള്ളാഹിനെ ധിക്കരിക്കോ? ഇല്ല. അവരിലേക്ക് റസൂലുമാർ അയക്കേണ്ടതില്ല. എന്താ കാരണം? അവർ തെറ്റു പ്രവർത്തിക്കുകയില്ല. അവരെന്തിനാണോ അള്ളാഹു സൃഷ്ടിച്ചത്, അള്ളാഹുവിന് മാത്രം നിരന്തരമായി ഇബാദത്ത് ചെയ്ത് അതിൽ മടുപ്പും അതുപോലെ മടിയുമില്ലാതെ അവർ നിരന്തരമായി അത് നിർവഹിച്ചു കൊണ്ടിരിക്കും. മലക്കുകളെ സൃഷ്ടിച്ചതുപോലെ മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല. അത് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർദി കുല്ലുഹും ജമിഅ. നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഭൂമിയിലുള്ള എല്ലാവരും മുഅ്മിനാകുമായിരുന്നു. അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. അതുകൊണ്ട് ആളുകൾ മുഅ്മിനാകുന്നത് വരെ നീ ജനങ്ങളിൽ ബലപ്രയോഗം നടത്തുകയാണോ? അതുകൊണ്ട് നിർബന്ധിച്ച് മുസ്ലിമാക്കാൻ അള്ളാഹു ഒരു നബിയെയും ഏർപ്പാടാക്കിയിട്ടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ. ദീനിൽ ബലപ്രയോഗമില്ല, പറഞ്ഞു കൊടുക്കൽ മാത്രമേ ഉള്ളൂ, ബോധ്യപ്പെടുത്താം. ദീന് സ്വീകരിക്കാതിരുന്നാലുള്ള അപകടം, നരകം, അതിനെക്കുറിച്ച് താക്കീത് ചെയ്യാനല്ലാതെ തീവ്ര സ്വഭാവം സ്വീകരിക്കുന്ന പാർട്ടികളെപ്പോലെ ബലപ്രയോഗത്തിലൂടെ ദീനേൽപ്പിക്കാൻ ഒരിക്കലും ഇസ്ലാം അമ്പിയാക്കളെപ്പോലും അനുവദിച്ചിട്ടില്ല. സൂറത്ത് യൂനുസിലെ 99-ാമത്തെ ആയത്ത്. അതേ സൂറത്തിലെ തൊട്ടടുത്ത ആയത്തിൽ കാണാം, വമാ കാന നഫ്സിൻ അൻ തുഅ്മിന ഇല്ലാ ബിഇദ്നില്ലാ. അള്ളാഹുവിന്റെ ഉത്തരവനുസരിച്ചല്ലാതെ ഒരാൾക്ക് മുഅ്മിനാകാൻ സാധ്യമല്ല.
വയജഅലു റിജ്സ അലല്ലദീന ലാ യഖിലൂൻ, ചിന്തയില്ലാത്തവരിലാണ് അള്ളാഹുവിന്റെ ശിക്ഷ അവൻ നിശ്ചയിക്കുക. അപ്പൊ ചിന്തിച്ചു പഠിക്കാത്തവരാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നത് എന്ന് കാണാൻ സാധിക്കും. ഗഫലത്തിൽപ്പെട്ടവർ. ഇനി വീണ്ടും അള്ളാഹു പഠിപ്പിച്ചു, വലൗ ശാഅ റബ്ബുക ലജഅല അന്നാസ ഉമ്മത്തൻ വാഹിദ, നിന്റെ റബ്ബ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഒരൊറ്റ ഉമ്മത്താകും, ഭിന്നിച്ച് പല കക്ഷികളും പല മതങ്ങളും ആവുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെല്ലാം ഏക സമൂഹമാകും. വീണ്ടും ഖുർആൻ പറഞ്ഞു, അഫലം യയഅസില്ലദീന ആമനു ഇല്ലൗ യശാഉല്ലാഹു ലഹദന്നാസ് ജമിഅ, തീർച്ചയായും സത്യവിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, എന്താണ് അവർ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എന്താണ്, ജനങ്ങളെല്ലാം ഹിദായത്തിലാകുമായിരുന്നു. ലൗ ശാഅ ലഹദാകും അജ്മഈൻ, ഖുർആൻ പറയാണ് മറ്റൊരിടത്ത്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാവരും ഹിദായത്തിലാകുമായിരുന്നു. സൂറത്തുൻ നഹൽ. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? അള്ളാഹു എല്ലാവരെയും ഹിദായത്തിലാക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. ഇനി എന്തുകൊണ്ടാണ് ഒരാളെ അള്ളാഹു ഹിദായത്തിൽ നിന്ന് ദലാലത്തിലേക്ക് കൊണ്ടുപോകുന്നത്, സുന്നത്തിൽ നിന്ന് ബിദ്അത്തിലേക്ക് കൊണ്ടുപോകുന്നത്? വമാ യുദില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, അധർമ്മികളായ ജനതയെ അല്ലാതെ അള്ളാഹു ഒരിക്കലും വഴിതെറ്റിക്കുകയില്ല എന്നും ഖുർആൻ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ വിഷയം പഠിപ്പിച്ചു. വകദാലിക സയ്യന ലികസീരി മിനൽ മുശ്രിക്കീൻ, മുശ്രിക്കുകൾ ചെയ്യുന്ന ശിർക്കുണ്ടല്ലോ, വിഗ്രഹാരാധനയും വിഗ്രഹപൂജയും സൃഷ്ടിപൂജയും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തോന്നിവാസത്തിന്റെ ആരാധനകളും അതൊക്കെ അലങ്കരിച്ച് കാണിച്ചു കൊടുക്കുന്നു. എത്രത്തോളം ഖത്തല ഔലാദിഹിം ശുറക്കാഹും, അള്ളാഹുവിൽ അവർ പങ്കാളികളായി കണക്കാക്കി പോരുന്നവർ എന്ന് പറഞ്ഞാൽ ഇബ്ലീസും അവന്റെ കൂട്ടാളികളും. അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്തു? മക്കളെ കൊല്ലുക എന്നുള്ളത് അവർക്ക് നല്ല പ്രവർത്തനമായി. നരബലി, മക്കളെ ബലി അർപ്പിക്കുന്ന ഉമ്മത്ത് സമുദായമുണ്ട്. അതൊരു പുണ്യമുള്ള കാര്യമാണ് എന്നാണ് ചില ജനങ്ങൾ കരുതുന്നത്. ഇബ്ലീസും അവന്റെ പാർട്ടിയും ഇബ്ലീസ് ഉണ്ടാക്കിയ ഇലാഹുകളുമൊക്കെ അവർക്ക് ഇത്തരം തോന്നിവാസ പ്രവർത്തനങ്ങളും ശിർക്കൻ വിശ്വാസങ്ങളും അലങ്കൃതമായി കാണിച്ചു കൊടുക്കും. എന്തിനു വേണ്ടി? ലിയുദൂഹും വലിയൽബിസു അലൈഹിം ദീനഹും, അവർ നാശത്തിലകപ്പെട്ട് അവർക്ക് അവരുടെ ദീൻ തിരിച്ചറിയാൻ കഴിയാതെ വ്യതിയാനത്തിലേക്ക് പെട്ടുപോകാൻ വേണ്ടി. അവിടെയും അള്ളാഹു പറഞ്ഞു, വലൗ ശാ അല്ലാഹു മാ ഫഅലു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ വ്യതിയാനത്തിൽ പെടുമായിരുന്നില്ല, അവരങ്ങനെ പ്രവർത്തിക്കുമായിരുന്നില്ല. ഫദർഹും വമാ യഫ്തറൂൻ, അതുകൊണ്ട് മുശ്രിക്കുകളെയും അവർ കെട്ടിയുണ്ടാക്കിയ കൃത്രിമ ദീനിനെയും നിങ്ങൾ വിട്ടുകളയുക. അതിന്റെ പിന്നാലെ നിങ്ങൾ അതിനെക്കുറിച്ച് ബേജാറാകേണ്ടതില്ല. ആ കാര്യത്തിൽ അള്ളാഹു നടപടിയെടുത്തുകൊള്ളും. ശിക്ഷാ നടപടിയെടുക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. കൃത്യമായിട്ട് ഖുർആൻ ഈ വിഷയങ്ങൾ പഠിപ്പിച്ചു. യാ അബതി ലാ തഅബുദി ശൈത്താൻ, ശൈത്താനെ അനുസരിക്കരുത് എന്റെ പൊന്നുപ്പ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു. ഇന്ന ശൈത്വാന കാന ലിർറഹ്മാനി അസിയ്യ, ശൈത്താൻ എന്ന് പറഞ്ഞാൽ പരമകാരുണികനായ അള്ളാഹുവിനോട് ധിക്കാരം പ്രവർത്തിച്ചവനാണ്. യാ അബതി, എന്റെ പൊന്നുപ്പ, ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാനി ഫതകൂന ലിശൈത്വാനി വലിയ, നിങ്ങൾ ശൈത്താനെ അനുസരിച്ച് ശൈത്താനെ ആരാധിച്ച് മുന്നോട്ട് പോയാൽ, ശൈത്താൻ നിശ്ചയിക്കുന്നവരെ ആരാധിച്ച് ശിർക്കൻ പ്രവർത്തനങ്ങളുമായി എന്റെ പൊന്നുപ്പ നിങ്ങൾ മുന്നോട്ട് പോയാൽ, റഹ്മാനായ അള്ളാഹുവിന്റെ അരികിൽ നിന്ന് കൊടിയ ശിക്ഷ നിങ്ങളിൽ വന്ന് ഭവിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ശൈത്താനായിരിക്കും നിങ്ങളുടെ മിത്രമായി മാറുക എന്നും ഞാൻ ഭയപ്പെടുന്നു എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം പിതാവിനോട് പറഞ്ഞത് ഖുർആൻ സൂറത്തു മറിയമിലെ 44-45 ആയത്തുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? വ്യതിയാനത്തിന്റെ കാരണം ആളുകൾ ഇബ്ലീസിന്റെ സ്വാധീനത്തിൽപ്പെട്ടു. നേരത്തെ പറഞ്ഞ 4 അടിസ്ഥാന വിഷയങ്ങളിലേക്ക് മനുഷ്യർ കരകയറിപ്പോയി. അതുകൊണ്ടാണ് ലോകത്ത് തിന്മകൾ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ മുവഹിദുകൾ ഒരുമിച്ച് നിൽക്കണം. അവർക്ക് മഹാഭാഗ്യമുണ്ട്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ, സത്യവിശ്വാസം ഉൾക്കൊള്ളുകയും അവരുടെ ആ വിശ്വാസത്തിലേക്ക് ശിർക്കാകുന്ന ളുൽമിനെ കലർത്താതിരിക്കുകയും ചെയ്യുന്നവർ, ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാണ് നിർഭയത്വം. ദുനിയാവിലും പരലോകത്തും നിർഭയരായിരിക്കുന്നത് മുവഹിദുകളാണ്. വഹും മുഹ്തദൂൻ, അവരാണ് സന്മാർഗചാരികൾ എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു. ഇത് നമ്മൾ ഉൾക്കൊള്ളണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിൻതാനി മൂജബത്താനി, 2 കാര്യങ്ങൾ അനിവാര്യമായി നടക്കുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് 2 കാര്യങ്ങൾ? മൻ മാത യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലന്നാർ, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവർ, അല്ലാഹുവിന്റെ ദീനല്ലാത്ത മറ്റൊരു ദീന് സ്വീകരിച്ച് അല്ലാഹുവിന്റെ ദീനിൽ പങ്കുചേർക്കുന്നവർ, ശിർക്ക് വെക്കുന്നവർ, അവർ നരകത്തിലാണ് പ്രവേശിക്കുക. രണ്ടാമത് നിർബന്ധമായി നടക്കേണ്ട കാര്യം എന്താണ്? വമൻ മാത ലാ യുശ്രികു ബില്ലാഹി ശൈഅൻ ദഖലൽ ജന്ന, ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കാതിരിക്കുന്നത്, അള്ളാഹുവിന്റെ ദീനിനെ മാത്രം സ്വീകരിക്കുന്നു, അള്ളാഹുവെ മാത്രം ആരാധിക്കുന്നു, അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുന്നു, അങ്ങനെ ശിർക്ക് ചെയ്യാതെ മരണപ്പെടുന്നത് ആരാണ്? ദഖലൽ ജന്ന, അവൻ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കും. ഈ 2 കാര്യങ്ങളും നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളാണ് എന്ന് സ്വഹീഹ് മുസ്ലിമിൽ നമുക്ക് കാണാം. ഇത് നമ്മൾ മനസ്സിരുത്തണം. അതുകൊണ്ട് തന്നെ
എന്തുകൊണ്ടാണ് വ്യതിയാന കക്ഷികൾ ഉണ്ടാകുന്നത്? ഒന്നാമതായി അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഭവിക്കുന്നത് അവരുടെ ശരിയായ അഖീദ പഠിക്കാതിരിക്കുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇൽമു ബിത്തഅല്ലുമി, അറിവ് പഠനം കൊണ്ട് ലഭിക്കുന്ന കാര്യമാണ്. അൽ ഇൽമു ബിത്തഅല്ലുമി, അറിവ് എന്ന് പറയുന്നത് പഠിച്ചാൽ മാത്രം ലഭിക്കുന്ന കാര്യമാണ്. ഈ ഉമ്മത്ത് വ്യതിയാനത്തിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീൻ പഠിക്കാൻ സൗകര്യമില്ല. ഞാൻ ഏതായാലും പഠിച്ചില്ല, എങ്ങനെയൊക്കെയായി, അതുകൊണ്ട് എനിങ്ങനെയാണ് പോട്ടെ, എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെട്ടോളൂ. നമുക്ക് 2 ജീവിതം അള്ളാഹു ദുനിയാവിൽ നിശ്ചയിച്ചിട്ടില്ലല്ലോ. ഇനി ഏത് ജീവിതത്തിലാണ് നമ്മൾ ദീൻ നന്നായി പഠിക്കാൻ പോകുന്നത്? ഇപ്പം എനിക്കിതുള്ളതൊക്കെ മതി, ഇങ്ങനെയൊക്കെയാണ് പോട്ടെ, ഏതായാലും മുസ്ലിം ആയല്ലോ, പള്ളിയിലൊക്കെ പോകുന്നുണ്ടല്ലോ, ഞാൻ ജാറത്തിലൊന്നും പോകാറില്ല. ഇങ്ങനെ ഒരു ചെറിയ ദീനുമായി നടന്നാൽ പോരാ. അള്ളാഹു ഒരൊറ്റ ദുനിയാവേ തന്നിട്ടുള്ളൂ. ഇത് വെച്ചിട്ട് വേണം നമുക്ക് അനശ്വരമായ സ്വർഗം സ്വന്തമാക്കാൻ. ഇന്ന് വരെ എത്ര പ്രായമായാലും, 60 വയസ്സായവരും 70 വയസ്സായവരും 80 വയസ്സായവരും ആരാണെങ്കിലും ശരി, എത്ര പ്രായമാണെങ്കിലും അവർ നെഞ്ചിൽ കൈവച്ച് ചിന്തിക്കണം, എനിക്ക് ഈ ദീൻ പോരാ, എനിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബത്തിന്റെ കൂടെ, അമ്പിയാക്കളുടെ കൂടെ സ്വർഗത്തിലെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസ്. നിങ്ങൾക്കറിയാമോ, സ്വർഗം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പം എനിക്ക് സ്വർഗത്തിന്റെ മുറ്റത്തെങ്കിലും എത്തിയാൽ മതി എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല, തെറ്റാണ്. സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ജന്നാത്തുൽ ഫിർദൗസ് ചോദിക്കണം. നിങ്ങൾ സ്വർഗം ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ സ്വർഗം ചോദിക്കണം. ഏറ്റവും വലിയ സ്വർഗം ചോദിക്കുന്നവർ അതിനുവേണ്ടി പണിയെടുക്കണം. അപ്പൊ ഒന്നാമത്തെ കാര്യം, അല്ലെങ്കിൽ നമ്മളെ വ്യതിയാന കക്ഷികൾ പിടിച്ചുകൊണ്ടുപോകും. നല്ല ദീനിലൊക്കെ ജീവിച്ച ആളുകൾ തന്നെ പിന്നെ ചേകന്നൂരിയായി പോകുന്ന കാണാം, ചിലർ യുക്തിവാദികളായി പോകുന്ന കാണാം. ഒന്നുകൊണ്ടുമല്ല, ദീന് മര്യാദക്ക് പഠിക്കാത്തതുകൊണ്ടാണ്. രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ടാകും, സമൂഹത്തിലെ പണ്ഡിതന്മാർക്ക് ഉത്തരവാദിത്തമുണ്ടാകും. ശിർക്കും കുഫറും പ്രചരിപ്പിച്ച് ദീനിനെ മലീമസമായി അവതരിപ്പിക്കുന്നവർ, വികൃതമായ നൃത്തനൃത്യങ്ങളൊക്കെ ഇസ്ലാമിന്റെ ആരാധനകളായി കൊണ്ടു നടക്കുന്ന പിഴച്ച സൂഫികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ട് അതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ച്, എന്നാൽ യഥാർത്ഥ ഇസ്ലാം എന്താണെന്ന് പഠിക്കാൻ ക്ഷമയില്ലാതെ ഈ മുസ്ലിയാക്കന്മാരൊക്കെയാണ് ദീനെങ്കിൽ ഈ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന, ഒരു വെള്ളത്തിലേക്ക് തുപ്പിക്കൊടുത്തിട്ട് 10,000 രൂപക്ക് വിൽപ്പന നടത്തുന്ന ഈ ജാതി തമ്മാടി വർഗമായ പുരോഹിതന്മാരാണ് ഇസ്ലാമിന്റെ ആളുകളെങ്കിൽ ആ ഇസ്ലാം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യുക്തിവാദത്തിലേക്കൊക്കെ ചാടിപ്പോയതുണ്ട്. അവൻ അതിനേക്കാളും വലിയ പടുകുടിയിലേക്കാണ് ചാടിയിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ ജനങ്ങൾ സത്യം മനസ്സിലാക്കാതിരിക്കാൻ കാരണക്കാരാകുന്ന ഇരുട്ടിനെ പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാർ അതിന് റബ്ബിന്റെ അരികിൽ മറുപടി പറയേണ്ടി വരുമെങ്കിലും വഴി തെറ്റിപ്പോയവൻ അള്ളാഹുവിന്റെ അരികിൽ രക്ഷപ്പെടാൻ കഴിയില്ല. നന്നായി നിസ്കരിച്ച് നോമ്പ് നോറ്റൊക്കെ നടന്നിരുന്ന ആളുകൾ ജീവിതത്തിന്റെ സായാഹ്ന കാലത്ത് നിസ്കാരമൊക്കെ അവസാനിപ്പിക്കുന്നു. 3 നേരം നിസ്കരിച്ചാൽ മതി, ഇസ്ലാം എന്ന് പുറത്തുപോയി. ശിർക്കിന്റെയും കുഫറിന്റെയും യുക്തിവാദത്തിന്റെയും ഖുർആൻ ക്ലാസ് എടുക്കുന്ന ചില ആളുകൾ പോലും എന്ത് ചെയ്യാറുണ്ട്, ചിലപ്പോൾ യുക്തിവാദത്തിന്റെ വഴിയിലേക്കൊക്കെ യാത്ര. ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിൽ പോലും വ്യതിയാന കക്ഷികൾ അവരെ പിടിച്ചു കൊണ്ടുപോകും. വ്യതിയാന കക്ഷികൾ പെടാതിരിക്കാൻ നമുക്ക് ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ദീനിനെ കുറിച്ച, സ്വഹീഹായ അഖീദയെ കുറിച്ച അറിവാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു, ഇന്നമാ തുൻഖദു ഉറൽ ഇസ്ലാമി ഉർവൻ ഉർവ, ഒരാളുടെ ഉള്ളിലുള്ള ഇസ്ലാമിന്റെ പാശം ഓരോ പിരിപിരിയായിട്ട് അഴിഞ്ഞു പോകും, അവസാനം അത് ഉണ്ടാവില്ല. കയറിന്റെ പിരി ഇങ്ങനെ അഴിയൽ തുടങ്ങിയാൽ അവസാനം പൊട്ടും. പിരിഞ്ഞിരിക്കുമ്പോഴാണ് അത് മുറുക. ഇസ്ലാമിന്റെ പിരിയുണ്ടല്ലോ, അത് നമുക്ക് വിജ്ഞാനമില്ലാത്ത കാലത്തോളം അത് ഇദാ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅരിഫുൽ ജാഹിലിയ, ഇരുട്ടെന്താണെന്നറിയാതെ ഇസ്ലാമിൽ വളരുന്നവർ, എങ്ങനെയാണ് ആളുകൾ വ്യതിചലിച്ചു പോകുന്നത് എന്നറിയാതെ മുസ്ലിമായി ജീവിക്കുന്ന ആളുകളുടെ ഇസ്ലാം ക്രമേണ ദുർബലമായി പൊട്ടിപ്പോകുമെന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു പറഞ്ഞു. ഫകൈഫ ബി ഉനാസിൻ ലം യഅരിഫു അനിൽ ഇസ്ലാം വലാ അനിൽ ജാഹിലിയത്തി ശൈഅ, ഇസ്ലാമിനെ കുറിച്ചും അറിഞ്ഞുകൂടാ ജാഹിലിയത്തിനെ കുറിച്ചും അറിഞ്ഞുകൂടാ, അവരുടെ അവസ്ഥ പിന്നെ പറയാനുണ്ടോ എന്നാ ചോദിക്കുന്നത്. ജാഹിലിയത്തിനെ കുറിച്ച്, ഇരുട്ടിനെ കുറിച്ച് ശരിയായി മനസ്സിലാക്കിയാലേ ഇസ്ലാമാകുന്ന വെളിച്ചത്തെക്കുറിച്ച് നമുക്കറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കാനന്നാസു യസ്അലൂന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ, സ്വഹാബികളൊക്കെ നബിയുടെ അരികിൽ വന്ന് എന്താണ് നബിയെ നന്മ, എന്താണ് നബിയെ സ്വർഗത്തിലേക്കുള്ള വഴി എന്നിങ്ങനെ ചോദിക്കും. വകുൻതു അസ്അലുഹു അനിശ് ശർരി മഖാഫത അൻ യുദ്രികനി, ഞാൻ നബിയുടെ അരികിൽ വന്ന് എന്താകുന്നു നബിയെ ഷർറ്, എന്തു ചെയ്താലാണ് നബിയെ നരകത്തിൽ പോവുക എന്നിങ്ങനെ ചോദിക്കും. ഞാൻ നരകത്തിലേക്ക് വീഴുമോ എന്ന് ഭയന്ന്. അപ്പൊ നരകത്തിലേക്കുള്ള വഴിയും വ്യതിയാന കക്ഷികളെക്കുറിച്ചും തിന്മയുടെ ആളുകളെക്കുറിച്ചും തിന്മയുടെ കാരണങ്ങളെക്കുറിച്ചും പഠിക്കണം. അത് പഠിച്ചെങ്കിൽ മാത്രമേ, എന്തുകൊണ്ട് നമ്മൾ വ്യതിയാന കക്ഷികളെ കുറിച്ച് പഠിക്കും? നിങ്ങൾ എന്തിനാ എതിരാളികളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? ഇസ്ലാമിലുള്ള സത്യം മാത്രം ഇങ്ങനെ പറഞ്ഞാണ് പോയാൽ പറ്റുന്ന ഒരു പരാതിയില്ല, ആരും കുറ്റം പറയില്ല. നിങ്ങളെ വിശ്വാസമായിട്ട് നിങ്ങൾ നടന്നോളി, മറ്റവർ അവരെ വിശ്വാസമായിട്ട് നടക്കട്ടെ, നിങ്ങൾ എന്തിനാണ് അവിടെ കൊണ്ടുപോയി തലവെക്കുന്നത് എന്ന് അജ്ഞാനികളായ ചിലർ നമ്മോട് ചോദിക്കാറുണ്ട്. അതിന്റെ ഉത്തരമാണ് ഈ പറയുന്നത്. ശിർക്ക് എന്താണെന്നോ കുഫർ എന്താണെന്നോ ബിദ്അത്ത് എന്താണെന്നോ തിരിച്ചറിയാതിരുന്നാൽ നമ്മൾ നാളെ അതിലേക്ക് പതിച്ചു പോവുക എന്നത് എളുപ്പമാണ്. പുരോഗമന ചിന്ത വെച്ച് പുലർത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ മദ്രസയിലെ പാഠപുസ്തകത്തിലെ 4ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് അള്ളാഹു പ്രപഞ്ചത്തിൽ ആകമാനമുണ്ട് എന്നാണ്.
സമസ്തക്കാരന്റെ പുസ്തകമല്ല ഞാൻ പറയുന്നത്, സലഫികളുടെ പുസ്തകവുമല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ മദ്രസയിലെ ഞങ്ങൾ പുരോഗമന ചിന്തക്കാരാണ്, രാഷ്ട്രീയ ഇസ്ലാമിനെയും കൂടി നിങ്ങളെക്കാൾ കൂടുതലായി ഏറ്റെടുത്തിരിക്കുന്നവരാണ് എന്ന് പറയുന്ന ആളുകൾ മദ്രസയിൽ പാഠപുസ്തകം കാലങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു എല്ലായിടത്തുമുണ്ട്, അള്ളാഹു സർവ്വവ്യാപിയാണ് എന്നുള്ള പ്രയോഗം കുഫറാണ്. അത് സൂഫികളുടെ വിശ്വാസമാണ്, അത് അഹ്ലുസുന്നയുടെ വിശ്വാസമല്ല. കാരണം എല്ലായിടത്തും ഇടം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉണ്ടാക്കിയതാണ്. ഈ ഇടങ്ങളും വസ്തുക്കളും പ്രപഞ്ചവും ഭൂമിയും ആകാശവും ഉണ്ടാക്കുന്നതിന് മുമ്പ് അള്ളാഹു ഉണ്ട്. അള്ളാഹു എന്നെന്നും ഉള്ളവനാണ്, അവൻ ഉണ്ടായവനെല്ലാം. അതുകൊണ്ട് തന്നെ സ്ഥലത്തിലേക്ക് ചേർത്ത് അള്ളാഹുവെ കുറിച്ച് പറയാൻ പാടുള്ളതല്ല. അള്ളാഹു ഏറ്റവും ഉയർന്ന സൃഷ്ടി, അത് ഏഴാകാശത്തിനപ്പുറത്ത് സ്വർഗത്തിന്റെ മേൽപ്പുരയായിട്ടുള്ള അർശാണ് ഏറ്റവും മുകളിലുള്ള സൃഷ്ടി. അർശിനേക്കാൾ മുകളിൽ ഒന്നുമില്ല. അള്ളാഹു ആകട്ടെ അർ-റഹ്മാനു അലൽ അർശി ഇസ്തവാ, അള്ളാഹു അർശിനും ഉപരിയിലാണുള്ളത് എന്ന് ഖുർആൻ പറഞ്ഞു. അള്ളാഹു അർശിനേക്കാൾ ഉയർന്നിരിക്കുന്നു. അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ ഫിസ്സമാ, ഉപരിയിൽ എന്നാണ് പറയേണ്ടത്. ഇവന്റെ മദ്രസയിൽ പോയാൽ എന്ത് പറയും? അള്ളാഹ് എല്ലായിടത്തും ഉണ്ടെന്ന് പറയും. തൂണിലും തുരുമ്പിലും അള്ളാഹു എന്ന വിശ്വാസം വഹദത്തുൽ വുജൂദാണ്, അത് അദ്വൈതമാണ്. അത് എല്ലാ മതക്കാരിലുമുണ്ട്. ഇപ്പോഴത്തെ വിശ്വാസം യഹൂദികളിലുണ്ട്, ഹൈന്ദവരിലുണ്ട്, സൂഫികളിലുണ്ട്, സൂഫികളെ പേറുന്ന സമസ്തക്കാരിലുമുണ്ട്. അള്ളാഹു എല്ലായിടത്തുമാണ് എന്ന വിശ്വാസം തെറ്റാണത്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മൾ ദീൻ പഠിക്കാത്തത് കൊണ്ട് ആളുകൾ അവർക്കത് പെട്ടെന്ന് വായിച്ചപ്പോൾ തെറ്റാണെന്ന് തോന്നിയില്ല. എന്താ എല്ലായിടത്തും അല്ലല്ലേ, അല്ല ഇവിടെ അല്ല എന്നാണോ പറയുന്നത്? അള്ളാഹു എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ കൂടെയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹുവിന്റെ അറിവുണ്ട്, അള്ളാഹുവിന്റെ പ്രവർത്തനമുണ്ട്, അള്ളാഹുവിന്റെ കാരുണ്യമുണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയുണ്ട് എന്ന് മാത്രമാണ് അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ. അല്ലാതെ അള്ളാഹുവിന്റെ അസ്തിത്വം ഭൂമിയിലാണ് എന്നല്ല, തൂണിലും തുരുമ്പിലുമാണ് എന്നല്ല. അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇങ്ങനെ അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ വിഷയത്തിൽ പോലും ഗുരുതരമായ അബദ്ധങ്ങളിലേക്കും അദ്വൈത വിശ്വാസത്തിലേക്കും വഹദത്തുൽ വുജൂദിലേക്കും സൂഫികൾ പോകുന്നത് പോലെ നമ്മൾ പോകുന്നത് വിഷയത്തെക്കുറിച്ച് നന്നായി പഠിക്കാത്തത് കൊണ്ടാണ്. അതാണ് പറയുന്നത്, ഇന്നൽ ഇൽമ ബിത്തഅല്ലുമി, പഠനം കൊണ്ട് മാത്രമേ ഇൽമ കിട്ടൂ. അത് പാരമ്പര്യമായിട്ട് കിട്ടൂല, അത് വെറുതെ അങ്ങനെ ഇരുന്നാൽ കിട്ടൂല. അധ്വാനിക്കണം, പഠിക്കണം. അതുകൊണ്ടാണ് പ്രായവ്യത്യാസമില്ലാതെ സമയങ്ങൾ കണ്ടെത്തി പഠിക്കാൻ സമയം നീക്കി വെക്കാൻ കഴിയാത്തവർ എന്തിനു കൊള്ളും? ഈ ഫോൺ തോണ്ടി കളിക്കാൻ മണിക്കൂറുകൾ നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ ദിവസവും. അതേ പ്രകാരം തന്നെ നമ്മുടെ കുട്ടികളുടെ കൂടെ ഭൗതികമായ സന്തോഷങ്ങൾക്കും ആസ്വാദനത്തിനും ടൂർ പോകാനും ഒക്കെ നമുക്ക് എല്ലാ ആഴ്ചയും അല്ലെങ്കിൽ മാസവും ഒക്കെ നീക്കി വെക്കാൻ നമ്മുടെ അരികിൽ സമയമുണ്ട്. എത്ര തിരക്കുള്ള ആൾക്കാർക്കും അതിൻ്റെ ഒക്കെ സമയമുണ്ട്. എല്ലാ കല്യാണത്തിനും പോകാൻ നമുക്ക് സമയമുണ്ട്, എല്ലാ പ്രശ്നത്തിലും പങ്കെടുക്കാൻ സമയമുണ്ട്. നമുക്ക് സമയമില്ലാത്ത എന്തിന്റെ പേരിൽ മാത്രം ദീന് പഠിക്കാൻ മാത്രം സമയമില്ല. 168 മണിക്കൂറിൽ 1 മണിക്കൂർ ഒരാഴ്ചയിൽ നീക്കി വെക്കാൻ നമുക്ക് നേരമില്ല. നന്നായിട്ട് ചിന്തിക്കണം. വ്യതിയാന കക്ഷികൾ നമ്മെ പിടിച്ച് വരിമുറുക്കാനുള്ള കാരണവും സത്യത്തിൽ നമ്മൾ വിട്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും ദീനിനെ കുറിച്ച് ശരിയായി പഠിക്കാതിരിക്കുക എന്നതാണ്. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം മാതാപിതാക്കളോടുള്ള അന്ധമായ വിധേയത്വം, പാരമ്പര്യം. എന്റെ തറവാട്, എന്റെ പരമ്പര, അവരൊന്നും ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ഞങ്ങൾ ജാറത്തിന്റെ കുടുംബമാണെങ്കിൽ ഞാൻ ജാറവുമായി തന്നെ നടക്കും. എന്റെ വാപ്പ വല്ലിപ്പമാര് ജാറത്തിന്റെ ആളുകളായിരുന്നു, എന്നോട് ജാറം ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ ഞാൻ തയ്യാറല്ല. തെളിവ് നോക്കിയിട്ടല്ല, ദീനിൽ ജാറുണ്ടോ അല്ലെന്നോ പഠിക്കുന്നില്ല. എന്റെ വാപ്പയും വല്ലിപ്പയൊക്കെ വലിയ ഉസ്താദുമാരെ കീഴിൽ വന്ന ആൾക്കാരാണ്. ആ ഉസ്താദുമാരൊക്കെ നരകത്തിലാണെങ്കിൽ ഞാനും നരകത്തിലായിക്കോട്ടെ. ഔദുബില്ല, നരകത്തെക്കുറിച്ച് വരെന്താ പഠിച്ചു വെച്ചത്? നരകം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? വാപ്പയും വല്ലിപ്പയും നരകത്തിലാണെങ്കിൽ ഞാനും നരകത്തിലായിക്കോട്ടെ എന്ന് ബുദ്ധിയുള്ള ഒരുത്തൻ പറയോ? നരകത്തെക്കുറിച്ച് അറിയാവുന്ന ഒരുത്തൻ പറയുമോ? തെളിവ് പറഞ്ഞ് നമ്മളൊരു വിഷയം പഠിപ്പിക്കുമ്പോൾ അതിന് ഖണ്ഡനം പറയാതിരിക്കുമ്പോൾ ഞങ്ങളെ വാപ്പാരും വല്ലിപ്പമാരും ഉസ്താദുമാരും അവരുടെ ഉസ്താദുമാരും നരകത്തിലാണ് എന്നാണോ നിങ്ങൾ പറയുന്നത്? അതെ, ശിർക്കും കുഫറും ബിദ്അത്തും പ്രവർത്തിക്കുന്നവർ നരകത്തിലാണ് എന്നാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്റെ പിതാവ് നരകത്തിലാണ് എന്ന് പറയാൻ മടിയുണ്ടായിട്ടില്ല. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിതാവ് നരകത്തിലാണ് എന്ന് പഠിപ്പിക്കാൻ അള്ളാഹു മടിച്ചിട്ടില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ നരകത്തിലാണ് എന്ന് പഠിപ്പിക്കാൻ അള്ളാഹുവിന് മടിയുണ്ടായിട്ടില്ല. ലൂത്ത് അലൈഹി സ്വലാമിന്റെ ഭാര്യ നരകത്തിലാണ് എന്ന് പഠിപ്പിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മടിയുണ്ടായിട്ടില്ല. അതേ, ശിർക്കും കുഫറും ജാറപൂജയും ജന്മദിനാഘോഷങ്ങളും ചാവടിയന്തരങ്ങളുമായി നടക്കുന്നവർ നരകത്തിലാണ് എന്ന് ഖുർആനാണ് പറയുന്നത്, സുന്നത്താണ് പറയുന്നത്. എത്രയേറെ വിഷയങ്ങളിൽ വ്യക്തമായ പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങൾ പഠിക്കാനോ പ്രാമാണികമായി മറുപടി പറയാനോ കഴിയാത്തവർ എളുപ്പം കണ്ടെത്തുന്ന ഉത്തരാണ് ഞങ്ങളെ വാപ്പയും വല്ലിപ്പയും നരകത്തിലാണ് ഞങ്ങൾ പറയുന്നത്. ഖുർആൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് അബൂജഹൽ പറഞ്ഞിട്ടുണ്ട്. അബൂജഹൽ പറഞ്ഞു, അബ്ദുൽ മുത്തലിബ് നരകത്തിലാണെന്നാണോ മുഹമ്മദ് നീ പറയുന്നത്? നിന്റെ വല്ലിപ്പ നരകത്തിലാണെന്നാണോ നീ പറയുന്നത്? മുഹമ്മദ് നബി സംശയമൊന്നുമില്ലാതെ പറഞ്ഞു എന്റെ വാപ്പ നരകത്തിലാണ് എന്ന് കൃത്യമായി ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബിയുടെ വാപ്പയെ അതുകൊണ്ട് രക്ഷപ്പെടൂല.
കൃത്യമായി പഠിപ്പിച്ചില്ല. വാപ്പ എന്നുള്ള പേരിൽ രക്ഷപ്പെടില്ല. ഖുർആൻ പറഞ്ഞത് സൂറത്തുൽ ബഖറ 170, വൈദാ ഖീല ലഹും ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതിനെ പിൻപറ്റണമെന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലു അവർ ഉത്തരം നൽകും, ബൽ അതവിടെ ഇരിക്കട്ടെ, നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പിതാക്കളെ ഏതൊരാദർശത്തിലാണോ കണ്ടത് അതാണ് ഞങ്ങൾ പിന്തുടരുക. അപ്പോൾ അല്ലാഹുവിന്റെ മറുചോദ്യം, അവലൗ കാന ആബാഉഹും ലാ യഖിലൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവരുടെ പിതാക്കൾ ചിന്തിക്കാത്തവരും സന്മാർഗം സ്വീകരിക്കാത്തവരുമാണെങ്കിലോ? അപ്പൊ അഹങ്കാരമാണ്, സ്വന്തം പാരമ്പര്യത്തിന്റെ പേരിലുള്ള ദുരഭിമാനവും അഹങ്കാരവും തിന്മയിലും ശിർക്കിലും മുഴുകാൻ ബഹുദൈവാരാധകരെ മുശ്രിക്കുകളെ പ്രേരിപ്പിച്ചിട്ടുള്ളതുപോലെ മുസ്ലിം ഉമ്മത്തിൽ ജാറപൂജയും സൃഷ്ടിപൂജയും സൃഷ്ടികൾക്കുള്ള നേർച്ചയുമായി നടക്കുന്നവർ തെളിവുകൊണ്ടത് തെറ്റാണ് എന്ന് പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ വാപ്പാന്റെയും വെല്ലിപ്പാന്റെയും കൂടെ നിൽക്കുമെന്ന അബൂജഹലിന്റെ പാതയിലാണുള്ളത്. പാരമ്പര്യം. ഞങ്ങൾ ഉസ്താദുമാർ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിൽ പോയിക്കോട്ടെ. അങ്ങനെയാണ് ജഹ്മികളും മുഅ്തസിലികളും അശ്അരികളും സൂഫികളും ഒക്കെ വഴിതെറ്റിപ്പോയത്. ഞങ്ങൾ ഉസ്താദുമാരൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങളും നരകത്തിലായിക്കോട്ടെ എന്ന നിലപാട് സ്വീകരിച്ചു. മറ്റൊരു കാരണം അൽ ഗുലൂബു ഫിൽ ഔലിയാഇ വസ്വാലിഹീൻ. പണ്ഡിതന്മാർ പറഞ്ഞു, ഔലിയാഇന്റെ കാര്യത്തിലും സ്വാലിഹീങ്ങളുടെ കാര്യത്തിലുമുള്ള അതിർവിടൽ ഞാൻ നേരത്തെ വിശദീകരിച്ചത് കൊണ്ട് ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് അദ്ദേഹം ബിദായ വന്നിഹായിൽ എഴുതി, അസ്ലു ഇബാദത്തിൽ അസ്നാമി അൽ മുഗാലാതു ഫിൽ ബശർ, മനുഷ്യരുടെ കാര്യത്തിൽ അതിരുവിടുക എന്നതാണ് വിഗ്രഹാരാധനയുടെ അടിസ്ഥാനം. ആളുകൾ വ്യക്തികളുടെ കാര്യത്തിലാണ് അതിരുവിടുക. തെളിവെന്താ? വദ്ദും സുവാവും യഹൂസും യഹൂക്കും ഉത്തമരായ മനുഷ്യരാണ്. അവർ ആ വാപ്പമാരുടെ മഹാന്മാരായ സ്വാലിഹികളായ വദ്ദിന്റെ കാര്യത്തിൽ അതിരുവിട്ടവർ. ഓർക്കാൻ വേണ്ടി ആദ്യത്തെ കാലഘട്ടങ്ങളിൽ രൂപമുണ്ടാക്കി വെച്ചു. പിന്നീട് വന്നവർ രൂപങ്ങൾ ഉണ്ടാക്കി വെക്കാനും ചിത്രം വരയ്ക്കാനും മാത്രം വലിയ മഹത്വമുണ്ടായിരുന്ന ആ മഹാന്മാർ അവർ അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നവരാണ്, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ പറയുന്നവരാണ് എന്ന് വിശ്വസിച്ച് അവരോട് പ്രാർത്ഥിക്കാനും അവരെ ആരാധിക്കാനും തുടങ്ങി. ലാത്ത് എന്ന മഹാൻ മരണപ്പെട്ടപ്പോൾ ലാത്തിന്റെ ഖബറിൽ ഖുസാ ഗോത്രക്കാരനായ അംർ ഇബ്നു ലുഹൈ ഭജനമിരിക്കുകയും ജനങ്ങളെ മുഴുവൻ ലാത്ത മരിച്ചിട്ടില്ല, ഇന്നഹു ലം യമത്ത് മരിച്ചിട്ടില്ല, നമുക്ക് ലാത്തയോട് സങ്കടങ്ങൾ പറയാം, ലാത്ത വലിയ മഹാനാണല്ലോ, അള്ളാഹുവിന്റെ അരികിലുള്ളവരാണല്ലോ, ലാത്ത നമ്മുടെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ അരികിൽ പറയട്ടെ, അള്ളാഹുവിന്റെ അരികിൽ ശഫാഅത്ത് ചെയ്യട്ടെ. അതുവരെ ലോകത്ത് അറേബ്യയിൽ ശിർക്കുണ്ടായിട്ടില്ല, വിഗ്രഹാരാധന ഉണ്ടായിട്ടില്ല. അറേബ്യയിൽ ആദ്യമായിട്ട് വിഗ്രഹാരാധന കൊണ്ടുവന്ന അംർ ഇബ്നു ലുഹൈയാണ്. അത് ലാത്ത മരിച്ചപ്പോഴാണ്. ലാത്ത മഹാനായിരുന്നു. ലാത്ത ജീവിച്ചിരിക്കുന്ന കാലത്ത് അറേബ്യയിൽ ശിർക്ക് ചെയ്യുന്നവരില്ല. അപ്പോൾ മഹാന്മാരുടെ കാര്യത്തിൽ അതിരുവിടുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ സൂഫികൾക്കും പിഴച്ച കക്ഷികൾക്കുമൊക്കെ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു അപകടമെന്ന് കണ്ടെത്താൻ സാധിക്കും. മറ്റൊന്ന്, ഖുർആനിനേക്കാൾ വലുതായി ബുദ്ധിയെ കാണുക എന്നതാണ്. ഖുർആനിന്റെ മുകളിൽ എന്തിനെ കാണുക? ബുദ്ധി. ഞാൻ ശാസ്ത്രയുഗത്തിൽ ജീവിക്കുന്ന ആളാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഞാൻ തമിഴ്നാട്ടിലൊരു പണ്ഡിതന്റെ വാക്ക് കിട്ടു. തമിഴ്നാട്ടിൽ മാത്രമൊന്നല്ല, നമ്മുടെ നാട്ടിലുണ്ടാവും. അയാൾ പറയാണെന്ത്, സ്വഹാബികൾക്ക് വല്ലതും ശാസ്ത്രം തിരിയുമോ? അവർ ചൊവ്വയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവർക്ക് ബഹിരാകാശ യാത്രയെക്കുറിച്ച് അറിയാമോ? അവരെക്കാളും എത്ര അറിവ് കൊണ്ട് സമ്പന്നരാണ് നമ്മൾ. നഊദുബില്ല. ദീന് പറയുന്നിടത്തൊരു ഹമുക്ക് കയറി പറയാണ് സ്വഹാബികളെക്കാളും നമ്മളാണ് ക്ലിയർ. എന്നാൽ ദീനിന്റെ കാര്യത്തിൽ സ്വഹാബികളുടെ 4 അയലത്ത് നമ്മൾ എത്തൂല. നമ്മൾ ഉഹുദ് മലയോളം സദഖ കൊടുത്താൽ അവരൊരു മുദ്ദ് സദഖ കൊടുത്ത് അത്ര പോലും എത്തുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ സ്വഹാബികളാണ്. എന്നിട്ട് ഞാൻ നോക്കിയ പണ്ട് ഈ ഓഡിയോ കാസറ്റ് ഇറങ്ങുന്ന കാലത്തെ, ഓഡിയോ കാസറ്റിലെ ചെറിയ 1 മണിക്കൂർ 3/4 മണിക്കൂർ കാസറ്റ്, 19 കാസറ്റാണ് സ്വഹാബികൾ യാർ എന്ന് പറഞ്ഞ് ഈ തമിഴൻ കാസറ്റ് ഇറക്കിയത്. പിന്നെ തീവ്രവാദി സംഘമൊക്കെ ഉണ്ടാക്കി പല കോലത്തിലാണ് ഇപ്പൊ തമിഴ്നാട്ടിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്ന ചുരുക്കം എന്താണ്? സ്വഹാബ് കാസറ്റ് കേൾക്കാൻ പറ്റില്ല. ഓരോ സ്വഹാബിയുടെയും ന്യൂനതകളാണ് മുമ്പ് അവസാനം വരെ ഉണ്ടെന്നത്. സ്വഹാബികൾ യാർ. എന്താ സംഭവിച്ചത്? പ്രമാണത്തെക്കാൾ ബുദ്ധിക്ക് പ്രാധാന്യം കൊടുത്തു. അക്കലാനി എന്ന് പറയും. നമ്മൾ ആരെയും കളിയാക്കാൻ വേണ്ടി പറയുന്നതല്ല അക്കലാനി. എന്റെ അക്കലിന് ഖുർആന്റെ നിയമം യോജിക്കുന്നില്ല. 4 കല്യാണം കഴിക്കാൻ ഇസ്ലാം അനുവദിക്കരുതായിരുന്നു. സ്ത്രീകൾക്ക് കുറച്ചുകൂടിയൊക്കെ സ്വാതന്ത്ര്യം കൊടുക്കേണ്ടിയിരുന്നു. സ്ത്രീ മുഖം മറയ്ക്കണമെന്ന് ഇസ്ലാം പറയരുതായിരുന്നു. അവൾക്ക് പുറത്തിറങ്ങാനും ഡ്രൈവിംഗ് നടത്താനും ആണുങ്ങളെപ്പോലെ തന്നെ തോളോട് തോൾ ചേർന്ന് നടക്കാനും ഒക്കെ അവളെ അനുവദിക്കേണ്ടതായിരുന്നു. മുസ്ലിങ്ങളെ ചില പുരോഗമനവാദികൾ പറയുന്ന, മോഡേണിസ്റ്റുകൾ പറയുന്ന കാര്യങ്ങളാണ്. എന്താ അവന്റെ ഇസ്ലാമിനെ തള്ളാൻ അവന് സൗകര്യമില്ല. പക്ഷെ ഇസ്ലാമിനേക്കാളും മുകളിൽ തന്റെ ബുദ്ധി നിൽക്കുന്നു എന്ന് അത്തരം തെമ്മാടിക്കൂട്ടങ്ങൾ വിചാരിക്കുന്നു. അവരാണ് നമ്മെ വ്യതിയാനത്തിലേക്ക് കൊണ്ടുപോകുന്നത്. എല്ലാത്തരം വ്യതിയാന ചിന്തകളിൽ നിന്നും കാരണങ്ങളിൽ നിന്നും നമ്മുടെ ഈമാനും അറിവും കാരണമായി അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു ഫൗസിക്കും സാനിയം വഇയ്യായ ബിത്തഖ്വല്ലാഹ്. റബ്ബിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാം. വ്യതിയാന കക്ഷികളിലേക്ക് ജനങ്ങൾ ആകൃഷ്ടരാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഗഫലത്താണ്. ദീനിനെ കുറിച്ചുള്ള അശ്രദ്ധ, ഒരു ചിന്തയില്ല. ദുനിയാവിനെ പറ്റി വലിയ ജാഗ്രതയാണ്. കുട്ടികൾക്കൊക്കെ ഒരു മാർക്ക് കുറഞ്ഞാൽ A+ ഉള്ളത് A ആയിപ്പോയാൽ ബേജാറാവും.
പക്ഷെ സുബൈക്ക് നിസ്കരിച്ചിലൊരു ബേജാറുമില്ല. സ്വന്തം നിസ്കാരം പോയാൽ പോലും അവന് ബേജാറില്ല. ദീനിന്റെ കാര്യത്തിൽ ബേജാറില്ലാതിരിക്കുകയും ദുനിയാവിന്റെ കാര്യത്തിൽ ബേജാറ് കൂടുകയും ഹവയുടെ പിന്നാലെ പോവുകയും ചെയ്യുക. അതേപോലെ തന്നെ കാഫിറുകളോട് സാദൃശ്യം പുലർത്തുക. ഹവ അധികമായിപ്പോയാൽ എന്താണ്? അവന് പിന്നെ എല്ലാ ദിനാഘോഷങ്ങളും എന്തായിരിക്കും എന്നറിയാമോ? ദീന് പോലത്തെ പരിപാടി. ഇപ്പൊ ദീനിന്റെ ആൾക്കാരാണ് ഈ കുഫാറുകൾ ഉണ്ടാക്കിയ ദിനാചരണങ്ങളുടെ പിന്നാലൊക്കെ വലിയ ആഘോഷങ്ങളായിട്ട് നടക്കുന്നത്. എത്രത്തോളം ശിർക്കൻ ഉത്സവങ്ങൾ വരെ നടത്താൻ മുസ്ലിങ്ങൾക്കാണ് ഇപ്പോൾ വലിയ താല്പര്യം. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്തൊരു തിന്മയാണ് ശിർക്ക്. കള്ളു കുടിക്കുന്ന ആൾക്കാർ കള്ളുകുടി ഉത്സവം നടത്തി നമ്മൾ സഹകരിക്കാൻ സമ്മതിക്കുമോ? കള്ളുകുടിയേക്കാളും എത്ര വലിയ തിന്മയാണ് തൃക്കാക്കരപ്പനെ പൂജിക്കുന്നത്. എന്നിട്ട് തൃക്കാക്കരപ്പനെ പൂജിക്കുന്ന ഓണോത്സവം വന്നാൽ അതിന്റെ വലിയ നടത്തിപ്പുകാരും അതിന്റെ ആളുകളും അള്ളാഹു ഏറ്റവും വെറുക്കുന്ന, അള്ളാഹുവിന്റെ ശാപകോപങ്ങൾ ഇറങ്ങുന്ന, മലക്കുകൾ അകന്നുപോകുന്ന സദസ്സുകൾ സംഘടിപ്പിക്കാൻ മുസ്ലിം സ്ഥാപനങ്ങളും നേതാക്കളും പ്രസ്ഥാനങ്ങളും സംഘടനകളും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലമുണ്ട്. തശബ്ബുഹുൽ കുഫാർ എന്ന് പറയും, കാഫറുകളോട് സാദൃശ്യം പുലർത്തുക. സ്വന്തം ദീനിനെ കുറിച്ച് അശ്രദ്ധരായിരിക്കുക, കാഫറുകളോട് സാദൃശ്യം. അവരുടെ കയ്യടി. അവരെന്ത് വിചാരിക്കും? നിങ്ങൾ എന്തിനാ പരസ്യമായിട്ട് പറയുന്നത്? പരസ്യമായിട്ട് പറഞ്ഞാൽ ദീനാളുകൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് സ്വകാര്യമായിട്ട് എന്തെങ്കിലും വീട്ടിൽ പോയിരുന്നു പറഞ്ഞാൽ പോരെ. ആളുകൾ ചോദിക്കുകയാണ് ചില വിഷയം സത്യമായിരിക്കും, സത്യമല്ല എന്ന് ഞങ്ങൾ പറയില്ല. പക്ഷെ അതൊക്കെ നിങ്ങൾ എന്തിനാ പറയുന്നത്? ഇത് ഒറ്റപ്പെട്ട ആളുകളിൽ നിന്നൊക്കെ മാറി ഇതൊക്കെ പ്രസ്ഥാനങ്ങളുടെ നിലപാടുകളായി അധപ്പതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മൾ വ്യതിയാന കക്ഷികളിലേക്ക് അഹ്ലുസുന്നയുടെ ആളുകൾ ചേക്കേറുന്ന കാലം വിദൂരമല്ല എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. തൗഹീദും സുന്നത്തും മുറുകെ പിടിച്ച് ഇസ്ലാമിന്റെ പവിത്രമായ ആശയങ്ങൾ പ്രചരിപ്പിക്കേണ്ടതിനു പകരം ഇവിടെയുള്ള ഭൗതിക പ്രസ്ഥാനങ്ങൾ ഏതൊക്കെ അജണ്ടയുമായി നടക്കുന്നു, പൊതുപ്രവർത്തനങ്ങളും ഭൗതിക പ്രവർത്തനങ്ങളും വീട് നിർമ്മാണവും പാവങ്ങളെ സഹായിക്കലും, ഇതൊന്നും വേണ്ട എന്ന് ബുദ്ധിയുള്ള ഒരാളും പറയില്ല. അതൊന്നും നമ്മൾ മാത്രം ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് സമയമില്ലാതായി. ഇന്ന് ദഅ്വാ പ്രസ്ഥാനങ്ങൾ കേവലം കാരുണ്യ പ്രസ്ഥാനങ്ങളായി തരം താഴ്ന്നു പോയിരിക്കുന്നു. അപ്പൊ നിങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ഇടിച്ചു താഴ്ത്തുകയാണോ? അതൊരു ലോക്കൽ ബുദ്ധിയുള്ള ഒരാൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ഇടിച്ചു താഴ്ത്തുമോ? ഒരിക്കലും ചെയ്യില്ല. അതല്ല നമ്മുടെ മുഖ്യരുടെ. അതിന് ഇഷ്ടംപോലെ ആളുകളുണ്ട്, അവരുടെ കൂടെ നമുക്കും പങ്കെടുക്കും. ആവശ്യം വരുമ്പോൾ നമുക്കും അത് ചെയ്യാം. പക്ഷെ അത് മാത്രമേ നമ്മൾ ചെയ്യൂ. അത് ചെയ്ത് ദീന് പഠിക്കാനോ പഠിപ്പിക്കാനോ ദീനിന്റെ പേരിൽ ഉയർത്തപ്പെട്ട പ്രസ്ഥാനങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇന്ന് ദീൻ പറയുന്നവരുടെ വായടക്കുന്നത് ദീനീ പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരാണ് എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അതുകൊണ്ട് സ്വയം തന്നെ വ്യതിയാന കക്ഷികളായി മാറുന്നു എന്നുള്ള ഒരു അവസ്ഥയുണ്ട്. നമ്മളത് സൂക്ഷിക്കണം. എന്റെ ചിന്തയും എന്റെ താല്പര്യങ്ങളും എന്റെ അറിവും എന്റെ കാഴ്ചപ്പാടും അതാണ് വലുത്. ഖാറൂൻ എന്തുകൊണ്ടാ ഖിയാമത്ത് നാൾ വരെ ഭൂമിയുടെ അടിയിലേക്ക് പോകുന്നത്? ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. എനിക്ക് എന്റെ അരികിൽ പ്രത്യേകം ചില അറിവുകളുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നത്. ചില ആളുകളെ പ്രവർത്തനം കണ്ടാൽ ലോകത്ത് ആർക്കും കിട്ടാത്ത ചില അറിവ് ഞങ്ങൾക്കുണ്ട്. ദീനിനെ തള്ളുന്ന, ദീനിനെ അങ്ങേയറ്റം ഹൃദയത്തിൽ ചേർക്കുകയും അത് പ്രചരിപ്പിക്കുന്നതിന് ഒന്നാം സ്ഥാനം കൊടുക്കുകയും ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുന്ന, പുച്ഛത്തോടെ കാണുന്ന, അവഗണിക്കുന്ന, ദീനിനെ കൃത്യമായി പാലിക്കുന്നവരോടും ദീനി നിഷ്ഠകൾ പുലർത്തുന്നവരോടും ദീനിന്റെ വസ്ത്രധാരണം സ്വീകരിക്കുന്നവരോടും അതിനനുസരിച്ച് കുടുംബത്തെ വളർത്തുന്നവരോടും പുച്ഛം കാണിക്കുന്ന എത്ര ആളുകളുണ്ട്. ലോകം മുഴുവൻ പുച്ഛം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ലാ യളുറുഹും മൻ ഖദലഹും. ദീന് പാലിക്കുന്നവരെ കൈയൊഴിയുന്നവർ അവർക്കൊരു ദോഷവും വരത്തില്ല, എത്ര ഭൂരിപക്ഷം ഉണ്ടെങ്കിലും ശരി. അതുകൊണ്ട് ദീൻ നന്നായിട്ട് പഠിക്കുക, അത് പുലർത്തുക. അഹന്തയും അശ്രദ്ധയും നമ്മൾ ഒഴിവാക്കുക. ദീനിനെ കുറിച്ച് ഗൗരവചിന്ത ഉണ്ടാവുക. വ്യതിയാനക്കാരുടെ എല്ലാത്തരം നീരാളി പിടുത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നന്നായി പഠിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരിക്കലും നമുക്ക് തടുക്കാനോ താങ്ങാനോ കഴിയാത്ത കത്തിജ്വലിക്കുന്ന അത്യുഷ്ണമുള്ള നരകത്തിന്റെ ആ തീച്ചൂളയിൽ നിന്നും അള്ളാഹു നമ്മുടെ ഈമാനും തൗഹീദും കാരണമായി അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പൗരോഹിത്യം കൊണ്ടുവരുന്ന ജന്മദിനാഘോഷങ്ങൾ, ചാവടിയന്തരങ്ങൾ തുടങ്ങിയിട്ടുള്ള ദീനിനെ തകർക്കുന്ന യഹൂദ ക്രൈസ്തവ ആചാരങ്ങളെ അനുകരിച്ചുകൊണ്ടുള്ള എല്ലാ പിഴച്ച ഇബാദത്തുകളും തിരിച്ചറിഞ്ഞ് വർജിക്കാൻ നന്മയുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ പിന്തുടർന്നുകൊണ്ട് നീങ്ങാൻ അവൻ നമ്മെ സഹായിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്ത് യാ ഖാദിയൽ ഹാജാത്ത് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم إنا نجعلك في نحور أعداء الدين. اللهم صل على محمد وعلى آل محمد.